എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ സത്യമാണ് കേസ്. ഇവിടെയുള്ള അനാഥയായ ഒരാളെ കാണാം. അപ്പോൾ റെഡിയല്ലേ? ഒരു വിശപ്പ് കെട്ടാന് ഇത് ഇതാ എയർ കൂടുന്നു. നമ്മളിങ്ങനെ കൊടുക്കാണ്ടെന്നാലില്ല, ഇതിൻ്റെ എയർ ഇതിൻ്റെ വയറ്റി കുടുങ്ങിയാൽ അതിന് ചിലവെന്ന് അടിച്ച് നോക്കി അതിന് അസ്വസ്ഥ ഗ്യാസ് കൊടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ എയർ കൊടുക്കും. ഇതിൻ്റെ സ്റ്റോറി പറ. ഇതിൻ്റെ അച്ഛനും അമ്മയും പിന്നെ വെള്ള കളർ വൈറ്റാണ്. അപ്പോൾ ഇത് മുട്ട വിരിഞ്ഞ് നോക്കുന്നേരം ഇതിൻ്റെ കളറ് ഇത് 2 മുട്ട ഇട്ടിട്ടേനും. അപ്പോൾ ഒന്നാണ് വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് വിരിഞ്ഞേരം ഇതിൻ്റെ കളറ് നോക്കുമ്പോൾ ഇത് ആദ്യം മുട്ട ഇട്ടത് വൈറ്റ് കുട്ടികളെ തന്നെയാണ് വിരിഞ്ഞത്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇത് കാപ്പി കളറായത്, വേറെ ബ്രൗൺ ഷെയ്ഡ് വന്നതിനെ കൊണ്ട് ഇതിൻ്റെ അച്ഛനമ്മ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിന് ഫുഡും കൊടുക്കുന്നില്ല, ഇവർ ഇതിനെ തീരെ നോക്കുന്നില്ല. അന്നേരം ഞങ്ങൾ അതിനെ പിന്നെ ഇങ്ങനെ ഫില്ലറെല്ലാം വെച്ച് ബേബി ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ മാപ്പിളയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി. പിന്നെ ഞങ്ങളൊരു പേരിട്ടിട്ട് പേര് പറഞ്ഞ ശങ്കരൊന്നുമല്ല, ഇത് പെണ്ണാണോന്ന് അറിയില്ലടി. അപ്പോൾ അതുകൊണ്ട് പേരിട്ട് 2 പേര് കണ്ടു വെച്ചിട്ടാണ്. പക്ഷെ അല്പം ഇട്ടിക്കില്ല. എന്താ ചിരി വരുന്നത്? ഉള്ളതാ പറയുന്നത്, ഞങ്ങൾ ഇട്ടിക്കില്ല ഇപ്പോൾ. എന്തെങ്കിലും പേരിടണം അല്ലേ? ആണോ പെണ്ണോന്ന് തിരിയണം. ഇത് വലുതാണ്. ഇതിങ്ങനെ ആക്കിയിട്ട് വേണം കൊടുക്കുക. ഇനി ഗ്യാസില്ല ഇതിൻ്റെ ഇതിൽ കുറേ ഇങ്ങനെ താഴോട്ട് എത്തുന്നില്ല, അത് റെഡിക്ക് പോക്കണം. ഇല്ലെങ്കിൽ ഇതിന് ഗ്യാസ് കുടുങ്ങും. ഇനി ഗ്യാസ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടങ്ങാറാവും. ഇത് ഇങ്ങനെ വലുതായതിപ്പോൾ ചിറകെല്ലാം വന്നു തുടങ്ങിയണ്ടാ, ചിറകെല്ലാം വന്നു തുടങ്ങി. ഇതാദ്യം കുഞ്ഞാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി. കാണുന്ന 2 എണ്ണമാണ് ഇതിൻ്റെ അമ്മയും അച്ഛനും. കയത്തിൽ ഇതുള്ളത് അമ്മയും മറ്റേത് അച്ഛനും. അപ്പം അതിന് ശേഷം അതിൻ്റെ മൂത്ത കുട്ടിയാണ് ഇത് വിരിഞ്ഞ് ഇതിനെ വേണ്ടാണ്ടായാലോ പിന്നെ അതിന് ശേഷം മുട്ടയിട്ട് വിരിഞ്ഞ കുട്ടിയാണ് ഇപ്പം താഴെയുള്ള 2 എണ്ണം. അത് വയറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് വന്ന് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അതിങ്ങനെ ക്ഷയിച്ചു പോയത്. നമ്മൾ ബേബി ഫുഡ് എത്രയായാലും മദറിൻ്റെ ഫുഡ് പോലെ ആവില്ലല്ലോ ബേബി ഫുഡ് കൊടുത്താൽ. അതുകൊണ്ടാണ് ഇതങ്ങനെ.